എല്ലാരും ഇറങ്ങുക ഈ ധൃതിയില്. അമ്മത ഇറങ്ങണു, വലിയച്ഛണ്ട ഇറങ്ങണു, അച്ചോള് നേരത്തെ ഇറങ്ങി. അതെ 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 അതെ. ഹായ്. അപ്പൊ എന്നാ നമുക്ക് നടക്കുക. വണ്ടി വണ്ടി ഇന്ന് രണ്ടാനയുടെയും കുളിയൊക്കെ കഴിഞ്ഞു. അതെ അതെ അതെ. ആ ഓ ആല് വേപ്പിനല്ലേ? ആ അതാണ് ഒരുമിച്ച്. ആ അങ്ങനെ ഉണ്ട് അല്ലേ? ആ അതാണ് ഈ ആലും വേപ്പും. വല്യച്ഛണ്ടാ നടന്ന് നീങ്ങുന്നു റെയിൽവേ പാതത്തിലൂടെ. അതെ നമ്മള് തൃശ്ശൂര് പോവാണ് കേട്ടോ. സീമാസിലേക്ക് പോണത് കേട്ടോ. അച്ചോളം വല്യച്ഛനൊക്കെ വന്നത് പ്രമാണിച്ച് ഒരു വിഷുക്കോടി എടുത്തു കൊടുക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടി അതെ ഞാൻ കുറച്ച് വിഷുക്കോടി കൊടുത്തു. ഇനി വേറെ സെപ്പറേറ്റ് രണ്ടുപേർക്കും കൂടെ. ആ അതെ വിഷുക്കോടി വിഷുക്കോടി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളെ സീമാസിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി എല്ലാതും കാണിക്കാം. ടിക്കറ്റ് എടുക്കട്ടെ? അതെ കാരണം എപ്പോഴും പ്രായമായില്ല. അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ നടക്കുമ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഇതല്ലേ. വരൂ. ഇന്ന് നമ്മളെങ്ങോട്ടാ പോണേ? ടിക്കറ്റ് എടുക്കുമ്പോഴും കേട്ടില്ല. ഓക്കെ ഒരു ചെറിയ ഓർമ്മ കുറവേ ഉള്ളൂ. പ്രായത്തിന് ചെറുപ്പത്തിലാണ്. അതെ 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 മനസ്സ് ചെറുപ്പാവണം. വയസ്സ് കൂടുതലാണ്, മനസ്സ് ചെറുപ്പമായാൽ മതി. അതെ അതായാലും മതി കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഓരോ രംഗത്ത് ഇറങ്ങുമ്പോൾ ആ യാത്രയെ കുറിച്ച് ടെൻഷൻ ഉണ്ടാവും. യാത്രയുടെ ഇടയിൽ അത് ചില സമയം എത്ര മറവില്ലാത്തൊരു ചില പിന്നെ നമ്മൾ ഓടിപ്പടിച്ച് വന്നതാണ്. അമ്പലത്തിൽ പോയി പകർച്ചൊക്കെ വാങ്ങി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നത്. ടെൻഷൻ ഉണ്ടാകുന്ന കുറച്ച് ബേജാറ്.
അതെ അതെ. പൊതുവെ ഇപ്പൊ ചൂട് അധികമാണ്. ആ 10:22 ട്രെയിൻ. 10 മിനിറ്റ് ഉണ്ടല്ലോ ഇനി. എന്നാലും നമ്മളെ അച്ഛൻ നമ്മളെ കൊണ്ടാക്കി ഇവിടെ. അതെ, എന്നിട്ടാണ് പോയത് കേട്ടോ. അതെ, വൈകുന്നേരം അമ്പലം ഉണ്ട്, അപ്പൊ അവിടെ അച്ഛൻ കയറുന്നില്ല. അതെ. പിന്നെ അച്ഛന് കുറേ നേരം തുണിക്കടയിൽ നിൽക്കുമ്പോ ഇപ്പൊ നമ്മള് പോയി വന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളാകുമ്പോ പെണ്ണുങ്ങളാകുമ്പോ പിന്നെ വെല്ലിച്ച പിന്നെ നല്ല ക്ഷമ ഉള്ളതുകൊണ്ട് കൂടെ നിൽക്കും. ക്ഷമയ്ക്ക് കുറവുണ്ടോ? ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരാറുള്ളത്. ഷൊർണൂർക്ക് പോവാനുള്ളത്. അതെ, പിന്നെ ഷൊർണൂര് കുറച്ചു നേരം നിർത്തിയിടും. ഇപ്പൊ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട് അല്ലേ അമ്മേ? കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ടുണ്ട്. ആ, ടൈലൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പുറത്തൊന്നും ഇത്ര ഭംഗിയാക്കിയിട്ടില്ല. ആ, ഗ്രാനൈറ്റ് കുറച്ചൊക്കെ മാറ്റം വെട്ടി പുതുതാക്കി. ഇന്ന് ലേറ്റ് ആണ് ട്രെയിന്. വന്നു നല്ല തിരക്കുണ്ട്. ഇവിടെയൊക്കെ തിരക്കുണ്ട്. സീറ്റ് കിട്ടിയില്ലേ? സന്തോഷമായി. അതെ, നമുക്ക് കുറച്ചൊന്ന് മയങ്ങാം. ചിയേഴ്സ് അടിക്കണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ദിവസം ചിയേഴ്സ് അടിക്കണം. കാപ്പി എടുത്തിട്ട് കാപ്പി കുടിക്കാം. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പോകില്ലല്ലേ? ഞാൻ ചോറുണ്ടാട്ടോ. പൈസ എടുക്കൂ. പൈസ എടുക്കേ. ചോറ് ഇതൊക്കെയാണ്. ചോറ്, പുഴുക്ക്, നാരങ്ങക്കറി, സാമ്പാറും അച്ചോൾ. എന്നാൽ ഒരു ഹെൽപ്പ് ചെയ്യോ? കുറച്ച് സാമ്പാർ വെച്ച് വലിയ മാത്രം കുറച്ച് സാമ്പാർ വേണ്ട. ഇപ്പൊ ഊരഴിക്കണ്ടേ? ടേസ്റ്റ് ഉണ്ടാമോ? പുഴുക്കൊക്കെ കൂട്ടിയൊരു പിടിപിടിക്കാം. ടെസ്റ്റ് സാമ്പാർ ഇരിക്കട്ടെ. ആ, മതി. സാമ്പാർ കൂട്ടിയൊരു പിടി പിടിക്കുക. ഇത് ചോറ്. അമ്മേ, വണ്ടി സ്പെഷ്യൽ അല്ലേ? അതുകൊണ്ട് വേഗം അതെ. ഇല്ല, ഇനി ഇവിടുന്ന് ഓട്ടോ പിടിക്കാനുള്ള ദൂരമാണ്. ആ, എന്നാ ഉഷാറായി. ആ അമ്മേ, ട്രെയിൻ ഇപ്പൊ ഇതാ പോയിക്കൊണ്ടിരിക്കണു. നമ്മളിതപ്പൊ നടന്നുകൊണ്ടിരിക്കണു. ഇനി ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം പോവാൻ. അയ്യോ, കരിഞ്ഞു വാടി ഞാൻ. കുറച്ച് ദൂരമുണ്ട്. ആ, ഓട്ടോ പിടിക്കണം. വല്യച്ഛ എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ അല്ലേ? അതെ അതെ, ചെന്ന് അത് ചെറുതാണ്. ആ അതെ അതെ, ഇവിടെയൊക്കെ ഉണ്ട്. അല്ല, ആ ഒരു മോഡലാ കുഞ്ഞാ ഇങ്ങനത്തെ ഇടല്ലേ ഇഷ്ടം. ഇത് എത്രയാ? ആ
പകുതിയാവും അല്ലേ? ഒന്നെടുത്താ 3 കാണുന്നുണ്ട്. ആ അതെ അതെ അതെ. സന്തോഷായോ? ഒന്നെടുത്താ 3 അതൊക്കെ അവിടെ നോക്കണ്ട. അങ്ങോട്ട് നേരെ. കാവിമുണ്ട് കിട്ടിയില്ല അമ്മേ? 3 എണ്ണം 150 രൂപ. അതെ അതെ, ഒരു സെറ്റ് വലിയസിന് കൊടുത്തു. കാവിമുണ്ട് കാണിച്ചേ. കാവിമുണ്ടിന്റെ കൂടെ ഫ്രീ ഇട്ടാണോ വെള്ളക്കുപ്പി? അല്ല അല്ലേ, അത് വേറെയാണല്ലേ. പോവാ, മേലെ പോവാ. നോക്കിയോ സെറ്റ് മുണ്ട് ഇവിടെ ഈ സെക്ഷനില്? സെറ്റ് മുണ്ട് ഇതിലുണ്ടോ? ബ്ലൗസ് ഉണ്ടല്ലേ? ആ റെഡ്. ആ നേരെ വെച്ചേ. പക്ഷെ സിൽവർ ആയതുകൊണ്ട് സിൽവർക്കാരെ തന്നെ മുണ്ട് വേണ്ടേ? ആ ഓക്കെ ഓക്കെ. കിട്ടിയമ്മേ? വാവ്, ഇത് കൊള്ളാലോ. ഇത് രസമുണ്ട്. ഇത് വേണ്ട, ഇത് രസമുണ്ട്. ഇത് രസമുണ്ട്. ഇത് ഭംഗിയുണ്ട്. അത് 3 എടുത്തോളൂ. ആ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി അതാ അറ്റത്താണേ. അപ്പോൾ അമ്മയ്ക്കുള്ള നൈറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് അച്ചോൾക്കുള്ള നൈറ്റി നോക്കുകയുണ്ടോ. ഈ നൈറ്റിയൊക്കെ 150 രൂപയുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുന്നേ അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു 150 രൂപയുടെ നൈറ്റി ഒരു 2 വർഷത്തോളം, ഒരു 1.5 വർഷത്തോളമൊക്കെ എന്തായാലും നിൽക്കും കേട്ടോ. പിന്നെ വലിയ ക്വാളിറ്റി ഒന്നും വിചാരിക്കരുത്. കാരണം നമ്മളിപ്പോൾ ഒരു നോർമൽ നൈറ്റിക്ക് തന്നെ ഇപ്പോൾ 100-300 രൂപയ്ക്ക് ഇല്ലേ, അത്ര ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് 150 രൂപയുടെ ക്വാളിറ്റി എന്നുള്ളതല്ല, കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ. കുറേ നല്ല റഷായിട്ടുള്ള ഡേ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഓരോ നൈറ്റികൾ ഇങ്ങനെ വെച്ച് നോക്കുമായിരുന്നു കേട്ടോ. ബ്രൗണിൽ ഇങ്ങനെ കുറച്ച് പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നൈറ്റികൾ ഉണ്ടായിരുന്നു. എല്ലാം ഒരു പാറ്റേൺ അല്ല കേട്ടോ, പല പല പാറ്റേൺ ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ഉള്ളതുണ്ട്. 150 രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, എന്നാൽ നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇത് 4XL 5XL വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ. നമ്മൾ നോർമൽ കുർത്താസ് ഇല്ലേ, അത് 5XL നല്ല വണ്ണം വരെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. വിത്ത് ലൈനിങ്ങും ഉണ്ട്, ലൈനിങ് ഇല്ലാത്ത 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒക്കെ 400 ഉള്ളൂ കേട്ടോ. ടോപ്പ് മാത്രമേ ഉള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ കുറേ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സീമാസിൽ ഷോപ്പ് ചെയ്ത സമയത്ത് എങ്ങനെയാണ് അവിടുത്തെ ക്വാളിറ്റി ഡ്രസ്സിൻ്റെ ഒക്കെ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. നമുക്ക് പേഴ്സണലി നല്ല ക്വാളിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഒരു 400 രൂപയുടെ 300 രൂപയുടെ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു 700-800 രൂപയുടെ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. എന്നാലും നമുക്ക് ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പൊതുവെ എല്ലാ ഡ്രസ്സും എന്നുള്ള രീതിയിലല്ല, നമ്മൾ ചില സെക്ഷനിലൊക്കെ നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ പറ്റിയ രീതിയിൽ തന്നെ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. വലിയച്ഛനെ പിടിച്ചുകൊണ്ട് എടുക്കുന്ന ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ള സാരി, എനിക്കറിയില്ല, എനിക്ക് ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു സാരി. ഇത് ഞാൻ നിർബന്ധിച്ച് എടുപ്പിച്ചൊരു സാരിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, വീഡിയോ കണ്ടു കഴിഞ്ഞ ഒരു 3 പേരെങ്കിലും, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ അതിൻ്റെ അഭിപ്രായം കൂടെ. 3 പേരെങ്കിലും എന്തായാലും ഈ ഒരു സാരി നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ അവിടുത്തെ ഒരു സെയിൽസ് സ്റ്റാഫ് ആയിട്ടുള്ള ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടല്ലോ ഈ സാരിക്ക് 550 രൂപയുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100-1200 രൂപയ്ക്കാണ് ഈ ഒരു സാരിക്ക്. നല്ലൊരു പ്രത്യേക ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല കുഴഞ്ഞ് നിൽക്കും. നമുക്ക് കുഴഞ്ഞ് മീൻസ് നമുക്ക് ഉടുത്ത പോലെ നിൽക്കും കേട്ടോ. നല്ലൊരു വൈബ്രൻറ്റ് കളേഴ്സൊക്കെ, അതിൽ പല പല ഷെയ്ഡുകളൊക്കെ ഉള്ള പൂക്കളൊക്കെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഏതായാലും അമ്മയുടെ അടുത്തുള്ളത് ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഉടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനാണ് ആദ്യം അമ്മയ്ക്ക് ഇത് കാണിച്ചു കൊടുത്തത്. അമ്മ ഈ ഒരു സാരി എടുക്കുമോ? അമ്മ സാരി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അച്ചോള് പറഞ്ഞു, അച്ചോൾക്കും ഇത് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അച്ചോൾക്കും ഇത് കൊടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു സെറ്റുമുണ്ട് റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു സെറ്റുമുണ്ടായിരുന്നു. സെറ്റുമുണ്ട് എല്ലാതും 1000 രൂപയാണ് അവർ പ്രൈസ് ടാഗ് കൊടുത്തിരിക്കുന്നത്. 1000-1100 രൂപ, അതിൻ്റെ പകുതി എന്നാണ്. നോർമലി ഈ സെറ്റുമുണ്ടിനൊക്കെ 500-600 രൂപയുള്ളൂ കേട്ടോ.
സെറ്റ് മുണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അത്രയും നല്ല ലാഭം എന്ന് തോന്നിയത് ആകെ ഒരു 4-5 പീസൊക്കെ മാത്രമേ ഉള്ളൂ. മറ്റേതൊക്കെ നമ്മൾ സാധാരണ 600 രൂപയുടെ ഒക്കെ ഉള്ളിൽ നമുക്ക് ഈ ഒരു സെറ്റ് മുണ്ടൊക്കെ നിങ്ങളുടെ നാട്ടിലും 600-500 രൂപയുടെ ഉള്ളൊക്കെ കിട്ടുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാഭമാണ്. ഇവിടെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. അച്ചോളുടെ ഈ ഒരു ബ്ലൗസ് കണ്ടോ, നല്ല ഭംഗിയില്ലേ അച്ചോള്. എന്നിട്ട് ഈ ഒരു സാരിക്ക് ഞാൻ അച്ചോൾക്ക് വിഷുക്കോടിയായിട്ട് കൊടുത്ത സാരിയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അച്ചോൾക്ക് ഒരേപോലത്തെ അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഇന്ന് അച്ചോൾക്ക് ഗിഫ്റ്റായിട്ട് അങ്ങനെ കൊടുത്തതാണ്. അതിനുള്ള ബ്ലൗസ് അച്ചോള് തിരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു ഒലീവ് ഗ്രീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്കുള്ള ബ്ലൗസ് തരണം. അമ്മ റെഡിമെയ്ഡ് ബ്ലൗസ് നോർമലി ഇടാറില്ല. ഇങ്ങനത്തെ പ്രിൻറ്റഡ് അല്ലെങ്കിൽ ഡിസൈനർ ബ്ലൗസ് ഒന്നും അമ്മ ഇടാറില്ല കേട്ടോ. അമ്മ എപ്പോഴും പറയും അമ്മോ എനിക്ക് പ്രായമുണ്ടേ എന്നൊക്കെ പറയും. അച്ഛന് അച്ചോള് ഈ ഒരു സെറ്റ് സാരി ഉടുത്ത് കാണുന്നത് അതിയായ ആഗ്രഹം ഉണ്ടോ തോന്നുന്നുണ്ട്. അതിന്റെ പിന്നിൽ നിന്ന് മാറണില്ല കേട്ടോ വല്യച്ഛൻ. ഇവരാണെങ്കിൽ ഈ ഡിസൈനർ ബ്ലൗസുകളുടെ സെക്ഷനിൽ നിന്നും മാറണില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ ഇങ്ങനത്തെ ബ്ലൗസുകളെല്ലാം വിലക്കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. 300 രൂപ 400 രൂപയ്ക്കൊക്കെ ഡിസൈനർ ബ്ലൗസ്, ഇതുപോലെ പ്ലെയിൻ ബനിയൻ ടൈപ്പുള്ള ബ്ലൗസുകളും എല്ലാണ്ട് 3XL സൈസ് വരെയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് സെറ്റ് സാരി എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മളൊരു 4 മണിക്കൂറോളം അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പോയപ്പോൾ നമുക്ക് എല്ലാം വീഡിയോ എടുത്തത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെല്ലാവരും കാണിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനൊന്നും കാര്യമായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവരെന്തായാലും കണ്ണൂരിൽ നിന്ന് വന്നുകൊണ്ട് നമുക്കെന്നാൽ ഒരു ദിവസം എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാന്ന് തോന്നിയോണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ഇനി കുട്ടികളുടെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കിയാലോ എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഡെയിലി വെയേഴ്സിൻ്റെ ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 130 രൂപയൊക്കെ ടീഷർട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 399 രൂപയ്ക്ക് 3 എണ്ണത്തിന് 399 രൂപ എന്ന് വെച്ചാൽ 1+2 ആണ്. 3 എണ്ണത്തിന് 399 രൂപയായിരുന്നു കേട്ടോ. ഗേൾസിൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം പക്ഷേ പകുതി വില എന്നുള്ള രീതിയിൽ 1000 എന്തോ ആണ് പ്രൈസ് ടാഗ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹാഫ് പ്രൈസ് എന്ന് പറയുമ്പോൾ 500 റുപ്പി എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഴിയണേ ഇല്ല അത് അരച്ചിൽ കേട്ടോ. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എപ്പോഴാണ് മനസ്സിലായത് അറിയോ? പിറ്റേ ദിവസം കേട്ടോ. കാലൊന്നും അനക്കാൻ പറ്റണില്ല, അത്രയും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എനിക്കിത് മാളൂന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മാളൂന് ഓൾറെഡി ഇങ്ങനത്തെ നെറ്റിൻ്റെ ടൈപ്പ് ഡ്രസ്സ് ഉണ്ട്. ഇപ്പോൾ അതൊരു ഔട്ട് ഓഫ് ഫാഷൻ ആയി തോന്നുന്നുണ്ടല്ലേ നെറ്റിൻ്റെ ടൈപ്പ് ഡ്രസ്സ്. എനിക്ക് അറിയില്ല കേട്ടോ പേഴ്സണലി. പക്ഷേ അതങ്ങനെ കാണുമ്പോൾ പക്ഷെ നല്ല എന്താ പറയുക പാറ്റേൺ അത് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ, ഞാൻ ഈ സീമാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കോളർ ടൈപ്പ് കുർത്തല്ലേ, ഇത് 3XL 2XL സൈസാണ്. ഇത് 2XL XXL സൈസാണ്. ഇതൊരു 280 രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ടാഗ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല രസമുണ്ട്. ജിംക്കി കമ്മലിൻ്റെ ടോപ്പ് സാരിയൊക്കെ പണ്ട് ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ, അപ്പോൾ ഇപ്പോൾ അത് പിന്നെയും ഒരു ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഹാങ്ങിങ് ജിംക്ക നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ ഫ്രോക്കിന് 560 രൂപയുടെ പകുതിയേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് കുറച്ച് തവണയൊക്കെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറച്ച് നാളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വല്യച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓണർ നമ്മളെ സുധീർ ഭായി ആയിട്ട് ഭയങ്കര കത്തിയടിയായിട്ട് ഒരു 2 മണിക്കൂറോളം എന്തായാലും വല്യച്ഛൻ സംസാരിച്ചിട്ടുണ്ടാവും. വല്യച്ഛൻ വലിയൊരു സംസാരപ്രിയനും കൂടെയാണ്. പിന്നെ അതിനുശേഷം ഒരു അവിടുത്തെ സ്റ്റാഫിനായിട്ടുള്ള ചേച്ചി ജ്യോതിഷം ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചു. അപ്പം അങ്ങനെ കാർഡൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ. അപ്പം സീമാസിലൊക്കെ പോയി ബാഗൊക്കെ വലിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അതെ, നീ നമ്മൾ നേരെ ഫാൻസി ഷോപ്പിൽ പോവാണ്. ഇവിടെ കുറേ ഹോൾസെയിൽ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോണേ. ഇവിടെ കുട്ടികളുടെ കുറേ കളിക്കാനുള്ള ടോയ്സും. ഇതൊരു അഗാധമായൊരു വഴിയെ തോന്നിട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ വരുമ്പോൾ ഒരു ഇതാട്ടോ. കുറേ കുട്ടികൾക്കുള്ള സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ബോൾസ്. ഇവിടെ എവിടെയാണ് ആ ഫാൻസി കട നോക്കട്ടെ കേട്ടോ. ഇതാ അവിടെ കുറേ വിഷുവിന് കണിക്കൊന്നകളും ഇവിടെ എവിടെയാ പ്രൈഡ് ഒന്ന് നോക്കട്ടെ. പ്രൈഡ് എന്നാണ് നോക്കട്ടെ കേട്ടോ. ഇവിടെ എവിടെയാ നോക്കട്ടെ. ഗ്ലോബൽ ചായ വേണോ? ചായ വേണോ? ആ അതെ. ആ കൊന്നപ്പൂ വയലറ്റില്ലേ? ആ വയലറ്റ് കൊന്നപ്പൂ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാട്ടോ വയലറ്റ് കാണണ്ടേ. നല്ല ഭംഗിയുണ്ട്. തള്ളി തുറന്നോളൂ, എന്നിട്ട് ബാഗ് അവിടെ സൈഡിൽ വെച്ചോളൂ.
ഭംഗിയുണ്ട്. ചെരുപ്പൂര് അമ്മ ഇതില് കൊറേ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളത് അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ അതെ അതെ. ആ ഞാൻ അത് തന്നെ ഇൻസ്റ്റാഗ്രാമില് 40 രൂപയുടെ കമ്മൽ കണ്ടിട്ടാണ് ഇങ്ങടെ ഓടി എത്തിയത്. ആ അതെ, ഏത് വലുപ്പത് അത് പുതിയ പുതിയ നല്ല നല്ല വെറൈറ്റികളായിട്ടുള്ള. ആ അതെ, അത് മറ്റേ ക്രാബ് പോലെ ഇങ്ങനെ മേലിടണ. നോക്കി ഇതൊക്കെ ഇട്ട ചെവിയൊക്കെ നിറഞ്ഞങ്ങോട്ട് നിക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. ആ ക്ലിപ്സ്, ആ അതെ അതെ, നല്ല ഭംഗിയുണ്ടല്ലേ അമ്മ. സ്മൈലിയുടെ ഉണ്ട്. ഇത് കണ്ടോ? 25. ആ അതാ, ഇതും നല്ല രസമുണ്ട് കാണാൻ. 110 രൂപക്ക്. ബട്ടർഫ്ലൈൻ്റെ ഉണ്ട്. അതും ആ റേറ്റ് ഒക്കെ തന്നെ ആയിരിക്കും. നല്ല രസമുണ്ടല്ലേ? സ്റ്റോൺ മാത്രല്ല, അല്ലാതെ മറ്റേ പ്ലാസ്റ്റിക് ടൈപ്പിലും നല്ല ഭംഗിയുള്ളതുണ്ട്. മാല മുകളിൽ അത്ര. അപ്പൊ നമുക്ക് മുകളിലൊന്ന് നോക്കിയാലോ? ഹലോ ഉണ്ട് അല്ലേ? കൊള്ളാല്ലേ? വെറൈറ്റി, ഭയങ്കര വെറൈറ്റി ആയി പോയി. 25 രൂപയുള്ളൂ. വാ, ഇത് എടുക്കുന്ന. ഹലോ ആ ഇന്നത് പിടിച്ചോളൂ. ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? ഇതൊക്കെ 30 രൂപയുള്ളൂ കേട്ടോ. ഇതൊക്കെ 30 ഉള്ളൂ. ആണോ? അമ്മക്ക് സാരിക്കൊക്കെ മാച്ചായിട്ടൊക്കെ ഇടാൻ പറ്റും. ഏതാ? കുട്ടികളുടെയോ? അത് പക്ഷെ റേറ്റ് ഉണ്ടാവും, കാരണം ഒരു ജെല്ലിന്റെ ഉള്ളിലായിട്ട് 110 രൂപ. ഇതാ സ്ട്രോബെറി പോലത്തെ 85 രൂപ. ഇതോ? ആ 25 രൂപ. അത് രസമുണ്ടോ അമ്മ? ഈ കോഴിയല്ലേ രസം? കിളി ഇത് മതി അമ്മ. ഇതിന് 25 രൂപയുള്ളൂ കേട്ടോ കിളി. ഇല്ല അമ്മ, രസമുണ്ട്. കാറിന്റെ കമ്മല്, വാവ്, രസമുണ്ട് അല്ലേ? വേറെ 25 രൂപയുള്ളൂ. ഇത് നോക്കിയേ പ്രേമേ, കാറിന്റെ കമ്മല് വെറൈറ്റി. ഇത് വാങ്ങാ നോക്കട്ടെ. രസമുണ്ട് അല്ലേ? ഞങ്ങക്ക് മേലെ മാലയൊക്കെ നോക്കാൻ പോയല്ലോ. വരും. ആ അല്ല 20 ഉള്ളൂ. അതെ അതെ, അതിന് 35. റോസ് കൂടെ മിക്സ് ആവണം. അതാ മുല്ലപ്പൂ ഉള്ളത്, അതാ അത് 20 ഉള്ളൂ കേട്ടോ. മുല്ലപ്പൂ. അതെ, ഇവിടെ കൊറേ കുട്ടി കുട്ടി കീ ചെയിൻസ് ഉണ്ട്. എന്താ? ആ അതെ, നമ്മള് മറ്റേ ആ അതെ അതെ. വരൂ വരൂ. ഇവിടെ വേറെ ലോകം തന്നെ അല്ലേ? മാലകളൊക്കെ ഇട്ട്. ആ സെറ്റുകളൊക്കെ ഉണ്ടല്ലോ അമ്മ. നല്ല ഭംഗിയിലാണ്. 65 രൂപക്കൊക്കെ. ഏതാ? ആ റെഡ് അല്ലേ? പേളിന്റെ ഇതാ, വൈറ്റ് പേളിൻ്റെതാ, പേൾ ടൈപ്പ്. ഇതൊക്കെ 35 രൂപയുള്ളൂ കേട്ടോ, പേൾ ടൈപ്പ്. അതെ, പൂവുണ്ട് അമ്മ. ഡാൻസിന്റെ പല കളേഴ്സ് ഉണ്ട് അല്ലേ? മൾട്ടി കളറും ഉണ്ട്. മുടികളുണ്ട്, മുടികൾ, വെറൈറ്റി ഓഫ് മുടികൾ. അയ്യോ, വെറൈറ്റി മുടികളുണ്ട്. രസമുണ്ടല്ലേ? പിന്നെ ഇതാ നമ്മള് പുട്ടപ്പ് ചെയ്തിട്ട് അതെ അതെ. അതെ അതെ.
രസമുണ്ടല്ലേ? കൊള്ളാല്ലേ? 55 രൂപയാണ്. 100 രൂപയാ? ആ, ഇതൊക്കെ ഹെയർ ബാൻഡ്സ് ഒക്കെ അങ്ങനെ പേഴ്സ്. അങ്ങനെ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. എടാ അമ്മ. അതെ 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 ആ അതെ. എന്താ ഫാൻസി കടയിൽ പോയതിന്റെ ഒരു വിധായി. തിരുവിടയാട്. ആ, രസമുണ്ടല്ലേ? ഇതെന്റെ കോഫി. ചായക്കട കയറിയാല് ആ 2 ഇറക്കുന്നുണ്ട്. ആ പോയി അങ്ങോട്ട് പോകും. ആ, അപ്പൊ രണ്ടിന്റെ ടേസ്റ്റ് അറിയാലോ. ഇത് വീഡിയോ പറ്റിച്ചത് വീഡിയോ ഇതോ? ആ, അനങ്ങണില്ല. അതെ, ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അച്ചോളും വല്യച്ഛനും അമ്മയും. ക്ഷീണിച്ചോ? ക്ഷീണായോ? ഉഷാർ വന്നോ? എന്ത് ഉള്ളിവട കഴിച്ചപ്പളാ? ആ, ഉള്ളിവടയും. ആ, ചായ ഉള്ളിവടയും. ആ ആ, കാപ്പി ഉഴുന്നുവടയും. അപ്പൊ നമ്മള് ട്രെയിൻ ഇപ്പൊ എത്തട്ടോ. വെയിറ്റ് ചെയ്യണല്ലേ? കൊറേ നേരമായി. മുഷിഞ്ഞോ? ഇല്ല. ആ അതെ അതെ അതെ. ഇറങ്ങിക്കോ. അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ഇറങ്ങി. 9 മണിയായി സമയം. അതെ അതെ, അല്ലെങ്കിൽ മുക്കറിട്ടേനെ. അതെ. അപ്പൊ നമ്മള് സ്റ്റേഷനൊക്കെ നല്ല ഭംഗിയാക്കി ഇപ്പൊ പുതുക്കി റെഡിയാക്കിയിട്ടുണ്ട്. അതെ, നമ്മളങ്ങാടിപ്പുറത്തെത്തി. ഒരു ഓട്ടോറിക്ഷ ഇല്ല. ഓട്ടോറിക്ഷ ഒന്നുമില്ല. ഇനി വന്നിട്ട് വേണം. വെയിറ്റ് ചെയ്യാണ് ഓട്ടോറിക്ഷ വരാൻ. ഇല്ല, അത് പോണില്ല. അത്ര ആ ഓട്ടോ വരുമോ നോക്കാം. നല്ല ലേറ്റായി. 1 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഓട്ടോ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഓട്ടോയിൽ കയറിയിട്ട് അങ്ങോട്ട് പോയിട്ടോ. പിന്നെ വീട്ടിലെത്തിയിട്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ തീർന്നു. യാത്രയോടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടതിന്, സപ്പോർട്ട് ചെയ്തതിനൊക്കെ താങ്ക്സ്. അപ്പോൾ ഓക്കെ, ബൈ.